കൊന്നിച്ചോ മിനസാൻ നാനോ മിഷിന്റെ എപ്പിസോഡായിട്ടുള്ള എപ്പിസോഡ് 59 അഥവാ ചാപ്റ്ററായുള്ള 323 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നാനോ മിഷൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കാൻ മറക്കണ്ട. അതേപോലെ തന്നെ നമ്മൾ ഇനി മുതൽ പുതിയൊരു കിട്ടിലൻ മാൻഹോ സീരീസിന്റെ എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതും എന്തായാലും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാനും മറക്കണ്ട. ആ സീരീസിന്റെ പേര് റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹുവ സെക്ട് എന്നാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം നമ്മുടെ ഇയോൺ ചിയോൻ പാരഡോക്സ് ഓഫ് ദി ടൈം ട്രാവലിനെ പറ്റി കേട്ടിരുന്നു. സോ ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. പാരഡോക്സ് ഓഫ് ദി ടൈം ട്രാവലോ? അതെ, അതൊരു പർട്ടിക്കുലർ ഫിനോമിനാണ്. പാസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളും പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളും മാച്ചപ്പ് ആകാത്ത ഒരു ഫിനോമിന. ഈ പാരഡോക്സ് ഓഫ് ദി ടൈം ട്രാവൽ ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ താങ്കൾക്ക് ആ നാനോ മിഷൻ തന്ന ആ നിമിഷം തന്നെ ഞാൻ ഇവിടുന്ന് ഡിസപ്പിയർ ആകേണ്ടതാണ്. അല്ല, പിന്നെന്താണ് സംഭവിച്ചത്? അത് ബട്ടർഫ്ലൈ എഫക്റ്റ് കാരണമാണ്. ആ രാത്രി സത്യം പറഞ്ഞാൽ ഞാനല്ലായിരുന്നു താങ്കളെ രക്ഷിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ആ ഗാർഡ്സ് ആയിരുന്നു. ആ ഗാർഡ്സ് താങ്കളെ രക്ഷിച്ചിരുന്നെങ്കിൽ താങ്കൾക്ക് ആ ഒരു ആം സർവിങ് ഡീംബർ എംബർ എന്ന പേരായിരിക്കും കിട്ടേണ്ടത്. അതേപോലെ തന്നെ നോർത്തേൺ സീ ഐസ് പാലസ് താങ്കളുടെ കീഴിൽ ഓൾറെഡി ആയിരിക്കും. അല്ല, അതെനിക്കറിയാം. ഞാൻ ഓൾറെഡി അത് ഹെവലി ഡിമൺ ഡിവൈൻ റെക്കോർഡ്സിൽ കണ്ടിരുന്നു. പക്ഷേ താങ്കൾ മരിച്ചത് അവിടെ വെച്ചല്ല. താങ്കൾ ശരിക്കും നോർത്തേൺ സീ ഐസ് പാലസ് എക്സ്പാൻഡ് ചെയ്തിട്ട് മുന്നിലേക്ക് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിഞ്ഞൂടാ. കാര്യം ഞാനിപ്പോൾ താങ്കളുടെ ഒരു സ്ത്രീനെ കണ്ടു. ആ സ്ത്രീ ആരാന്ന് പോലും അറിഞ്ഞൂടാ. കാര്യം ഇതിനെല്ലാത്തിനും കാര്യം ഞാൻ താങ്കളുടെ മെത്ത് ആ നാനോ തന്നതാണ്. ആ രാത്രി മുതൽ കാര്യങ്ങളെല്ലാം തിരിഞ്ഞ് മറിഞ്ഞിരുന്നു. ഫ്യൂച്ചർ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി എന്ന് തന്നെ പറയണം. ഒരു പോസിബിലിറ്റി പറയുകയാണെങ്കിൽ താങ്കളുടെ ഡിസെൻഡൻ്റ് ആയ ഈ ഞാൻ ചിലപ്പോൾ ഫ്യൂച്ചറിൽ എക്സിസ്റ്റ് പോലും ചെയ്യത്തില്ലായിരിക്കും. പക്ഷേ ഞാനിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ടൈം പാരഡോക്സ്. അതെ, പക്ഷേ ഈ ടൈം പാരഡോക്സിന് മറ്റൊരു പ്രശ്നം കൂടെയുണ്ട്. അത് ടൈം ലൈൻ സ്പ്ലിറ്റ് അപ്പ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഞാൻ താങ്കളെ രക്ഷിച്ച ഒരു ടൈം ലൈനുണ്ട്, പിന്നെ ഞാൻ താങ്കളെ രക്ഷിക്കാത്ത താങ്കളുടെ ഒറിജിനൽ ടൈം ലൈനുണ്ട്. അത് രണ്ടും രണ്ട് സൈമൾട്ടേനിയസ് ഉള്ള വേൾഡ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്ത് മുന്നിലേക്ക് പോകും. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഈ ഫ്യൂച്ചർ എന്തായാലും ഡിഫറൻ്റ് ആണ്. കാര്യം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, താങ്കൾ ഇപ്പോഴും ജീവനോടെയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് താങ്കൾ ഓൾറെഡി സുപ്രീം സേബറിന്റെ ആ ഒരു കാര്യങ്ങളെ എല്ലാം തന്നെ ബ്ലോക്ക് ചെയ്തു. പക്ഷേ എൻ്റെ ഫ്യൂച്ചറിൽ അതങ്ങനെയല്ല. സുപ്രീം സേബർ ഓഫ് ദി 6 മാർഷൽ ആർട്സ് സെക്ടാണ് ഇപ്പോഴും റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഗോൾ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്തിരുന്നു. ഒന്ന്, ഫൗണ്ടിങ് ഹെവലി ഡീമിനെ എനിക്ക് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോയി ഫ്യൂച്ചർ സുപ്രീം സേബർ ഗോഡായിട്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുക. ആൻഡ് രണ്ടാമത്തെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ്റെ വാച്ച് പെട്ടെന്ന് ബ്ലിങ്ക് ചെയ്യാനായിട്ട് നോക്കിയത്. അല്ല, നാശം! അല്ല, ഇതെന്താണ്? വളരെ അൺനാച്ചുറൽ ആയുള്ള ഒരു അൺഫെമിലിയർ ഉള്ള എനർജി റിലീസ് ചെയ്യുന്നു. അത് നേച്ചറിൻ്റെ ഫ്ലോയ്ക്ക് തന്നെ എതിരാണ്. ഇതേസമയം അവരുടെ ചുറ്റിനും കുറച്ചധികം പോർട്ടൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. നാശം! ടീപ്പ് എവിടേക്ക് വന്നു? പിന്നെ കാണിക്കുന്നത് അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് പേര് പുറത്തേക്ക് നടന്ന് വരുന്നതാണ്. പെട്ടെന്ന് ഡാക്ടർ ചിയോൺ അവൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ടപ്പോഴേക്കും അവന്മാര് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഒരു സാധനം നേരെ അവിടേക്ക് ചെന്നിറങ്ങി. സ്പേസ് ടൈം ക്യാൻസലർ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു. എന്ത്? പെട്ടെന്നാണ് ആ മെഷീൻ ആക്ടിവേറ്റ് ചെയ്തത്. അവരുടെ ചുറ്റിനും ഒരു ബാരിയർ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തത്. ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ക്യു എ സർക്കുലേഷനും അവർ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തു. പുറം ലോകത്ത് നിന്ന് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആയതുപോലെ ഈ സ്ഥലം അപ്പോൾ സ്പേസ് ആൻഡ് ടൈമിനെ കംപ്ലീറ്റ്ലി ഇന്റർഫിയർ ചെയ്യുന്നുണ്ടല്ലേ? വാണിംഗ് എന്ന് പറഞ്ഞ് നാനോ മെഷീൻ അവന് വാണിംഗ് കൊടുക്കുകയും ചെയ്യും. നാശം! ഈ ഒരു ടൈം ബാക്ക് മര്യാദക്ക് കീഴടങ്ങുന്നതാണ് നല്ലത്. കീഴടങ്ങ്! പെട്ടെന്ന് അവൻ പേടിച്ച് പറിച്ചുകൊണ്ട് അവൻ്റെ ഒടിഞ്ഞ കൈയും പൊക്കി അവനോട് കീഴടങ്ങുകയും ചെയ്യും. അല്ല, അവർ സംസാരിക്കുന്നത് മറ്റൊരു ഭാഷയാണല്ലോ. ലാറ്റിനാണോ? ഇവരാരാണ്? നീയും കീഴടങ്ങ്! ഇതേ സമയം ഇയോൺ ചെൻ അവനെ തുറച്ച് നോക്കുകയും ചെയ്യും. അവൻ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അവന് വെറുതെ വിടുന്നതാണ് നല്ലത്. ആങ്സിസ്റ്റർ, ഞാൻ പറയുന്നേക്ക് ഇത് കംപ്ലീറ്റ്ലി അൺകംഫർട്ടബിൾ ആയിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ താങ്കൾ കുറച്ചു നേരം ഒന്ന് പിടിച്ചു നിൽക്കണം. താങ്കൾ ഒരിക്കലും അവരെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ അവർ താങ്കളെ സെർച്ച് ചെയ്ത് ഞാനും എന്നെ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഞാനും എടുക്കുമെന്നോ? അല്ല, ടെക്നിക്കലി അത് ഇമ്പോസിബിൾ ആണ്. പക്ഷേ എങ്കിലും താങ്കളൊരു ഓർഡിനറി സിവിലിയൻ ആയിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. അല്ല, നീ എന്തിനാണ് ഇത്രയും വിഷമിക്കുന്നത്? ഇവർ ആരാണ്? ടി ടൈം പെട്രോൾ. അവർ എന്റെ സമയത്തിലെ ഒരു ഗാർഡ്സ് എന്നൊക്കെ പറയപ്പെടും. പക്ഷെ അവർ പ്രശ്നക്കാരാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നത് ചൈനീസ് ആണല്ലേ? സ്കാനിങ് ദ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരുത്താൻ സ്കാൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മുടെ ഡയറക്ടർ ചിയോന്റെ നേരെയായിരുന്നു. അവനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടി. ഡയറക്ടർ ചിയോൺ മുസിയോങ്. ജനനം 2914 AD നവംബർ 3. അവന്റെ കറന്റ് ജോബ് എന്ന് പറഞ്ഞ സ്കൈ കോപ്പിന്റെ ഡയറക്ടറാണ്. ഇന്ന് ഞങ്ങൾ വലിയൊരാളെ തന്നെ പിടിച്ചിട്ടുണ്ട്. അല്ല, ഈ ഒരു മനുഷ്യൻ, എനിക്കിവനെ ഞാൻ ആലോചിക്കുമായിരുന്നു കുറച്ച് നാളായിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോക്കൊണ്ടിരുന്നത് ആരാണെന്ന്. പക്ഷേ ഡയറക്ടർ ചിയോൺ താങ്കൾ തന്നെയായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ. എന്തായാലും കൊള്ളാം. പക്ഷേ അൺപെർമിറ്റഡ് അല്ല ടൈം ട്രാവൽ ചെയ്തുകൊണ്ടും റിയാലിറ്റി മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിയതുകൊണ്ടും താങ്കൾ ഇനി എന്തായാലും പണിഷ്മെന്റ് നേരിട്ടേ പറ്റത്തുള്ളൂ. അവസാനം താങ്കൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ? ഡെത്ത് പെനാൽറ്റി. അക്കോർഡിംഗ് ടു ദ റൂൾ ഓഫ് EU TP,
ക്രിമിനൽ ലോ സെക്ഷൻ 35 പ്രകാരം താങ്കൾ ടൈം ട്രാവൽ ചെയ്തു പാസ്റ്റ് റിയാലിറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി. അതിലുപരി അതുകൊണ്ട് തന്നെ ഒരു വാറന്റ് പോലും ഇല്ലാതെ ഞാൻ താങ്കളിവിടെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് അവനെ കംപ്ലീറ്റ്ലി അറസ്റ്റ് ചെയ്തിരുന്നു. ക്രിമിനൽ ലോസ് പ്രകാരം നിനക്കിനി ലീഗലുള്ള ഒരാളെയും കാണാൻ പറ്റത്തില്ല. അതിലുപരി എനിക്ക് നിന്നെ നിസ്സാരമായി അറസ്റ്റ് ചെയ്യാനും പറ്റും. എങ്കിൽ അവനെ വെറുതെ വിട്. അവൻ്റെ കയ്യിൽ ഒന്നും തന്നെയില്ല. അതുമല്ല അവൻ ഞാനോട്ട് ഡയറക്ഷൻ താങ്കൾ സംസാരിക്കാൻ പാടില്ല. പെട്ടെന്നാണ് അവൻ്റെ ശരീരത്ത് ഒരു കർണടിച്ച് അതിനെ നിലത്തേക്ക് വീണത്. താങ്കളുടെ ട്രിക്സ് എന്തായാലും ഇവിടെ വർക്ക് ചെയ്യത്തില്ല. അതിലുപരി താങ്കൾ ക്ലാസിക്കൽ മൂവ് സീരീസ് ഉള്ള 008 കണ്ടതല്ലേ? ഞങ്ങൾക്ക് ഒരു മർഡർ ലൈസൻസ് ഉണ്ട്. താങ്കൾ ഇനിയും ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ താങ്കളെ കൊല്ലാനും ഞങ്ങൾ മടിക്കത്തില്ല. എന്നിട്ട് അവർ തലയിൽ നാട്ടി. ഇതേസമയം ഒരാൾ ഇവന്റെ നേരെ നടന്നെടുത്തു. എന്നിട്ട് ഒരു സ്റ്റിക്ക് പുറത്തേക്ക് എടുക്കുകയും ചെയ്തു. നാശം, ആ ഒരു സ്റ്റിക്ക് ആങ്സിസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ അവന്റെ കഴുത്തിന് കയറി ഒരുത്തൻ കുത്തിപ്പിടിച്ചു. എനിക്ക് തോന്നിയായിരുന്നു ചൈനീസ് ആയതുകൊണ്ട് നീയൊക്കെ എന്തെങ്കിലും ഫ്രീക്വൻസിയിൽ സംസാരിക്കുമെന്ന്. ഡിസ്റ്റന്റ് വിസ്പർ ടെക്നിക്കാണല്ലേ അത്. എൻ്റെ മുമ്പിൽ നിന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അത് ഞാൻ സമ്മതിക്കുന്നു? നാശം, ഇതൊട്ടും തന്നെ. ഇതേസമയം അവൻ്റെ കണ്ണ് അവൻ പൊത്തുകയും ചെയ്തു. എന്നിട്ട് ആ സിഗ്നൽ കൊടുത്തു. കോപ്പ്, ആ സ്റ്റിക്ക് അത് മാൻ ഇൻ വൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതൊട്ടും നല്ലതല്ല. അതിനെ മെമ്മറീസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഇറേസ് ചെയ്യാനും പറ്റും. അത് ടൈം പെട്രോളിൻ്റെ ഏറ്റവും എക്സ്ക്ലൂസീവ് ഉള്ള എക്യുപ്മെൻ്റ് ആണ്. അവനത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് നേരെ പൊങ്ങി വന്നു. എന്നിട്ട് അവൻ്റെ നേരെ ഒരു ഫ്ലാഷ് ലൈറ്റ് അടിക്കുകയും ചെയ്തു. അത് പൂർണ്ണമായിട്ടും യോൺസിയുടെ മുഖത്ത് പതിച്ച്. ആ സ്ഥലത്തുള്ള പല സ്ഥലത്തും അത് പതിച്ചെന്ന് തന്നെ പറയണം. ഈ നിമിഷം മുതൽ നീ ഞങ്ങളെ കണ്ടിട്ടില്ല. താഴെ കിടക്കുന്ന അവനെ കണ്ടിട്ടില്ല. അടുത്ത പ്രകാശം അടിക്കാൻ നേരത്ത് നീ ഞങ്ങളെ എല്ലാവരെ മറന്നു പോയിരിക്കും. അതിലുപരി നീ അവനെപ്പറ്റി ഞങ്ങളെപ്പറ്റിയും ഇതിനെപ്പറ്റിയുള്ള എല്ലാ മെമ്മറീസും മറന്നു പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവൻ ഞെട്ടിത്തരിച്ചു പോയത്. അല്ല, എൻ്റെ കൈ. അവൻ ഉച്ചത്തി കിടന്ന് അലറാൻ തുടങ്ങി. എൻ്റെ കൈ എന്ന് പറഞ്ഞു. കാര്യം പിന്നെ കാണുന്നത് ആ കൈ തെറിച്ച് പോകുന്നതാണ്. അതേസമയം ഇയോൺചോൻ അവൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ചു. നീയൊക്കെ ആരാണ്, എന്താണ്, എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത് അതൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇനി ഒരുത്തനെങ്കിലും അനങ്ങിട്ടുണ്ടെങ്കിൽ അവൻ്റെ മരണം അതുറപ്പായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.